ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച രജനികാന്ത് നായകനായി വരുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ ട്രെയിലർ എത്തിയതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട അമീർ ഖാന്റെ മേക്ക് ഓവർ വീഡിയോ ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനികാന്ത് നായകനായി വരാനിരിക്കുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിനു പിന്നാലെ ചിത്രത്തിന്റെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. സൂപ്പർ സ്റ്റാർ രജനികാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ലോകേഷ് സ്റ്റൈലിലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനറാകും കൂലി എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം എത്തിയ ട്രെയിലർ നൽകിയത്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൗബിന്റെ ഇൻട്രോയിലൂടെയാണ്. തുടർന്ന് രജനികാന്തിന്റെ മാസ് ഇൻട്രോയാണ്. പിന്നാലെ ഉപേന്ദ്ര, ആമിർ ഖാൻ, സത്യരാജ്, നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട്. സംഘടനകൾ കൊണ്ട് നിറഞ്ഞ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകേഷിന്റെ ഏറ്റവും ബിഗ് ക്യാൻവാസ് ചിത്രമാകും കൂലി എന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന. ഇപ്പോഴത്തെ ട്രെയിലർ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അമീർ ഖാന്റെ പുത്തൻ ലുക്കാണ്. അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന അമീർ ഖാന്റെ മേക്ക് ഓവർ വീഡിയോയ്ക്ക് വലിയ പ്രശംസ തന്നെയാണ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത്. താരത്തിന്റെ കൂലിയിലെ പുത്തൻ ലുക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. ട്രെയിലർ ലോഞ്ച് വേദിയിലും നടനെത്തിയത് സിനിമയിലെ വില്ലൻ വേഷത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അമീർ ഖാന് നല്ല ചിത്രങ്ങൾ ലഭിച്ചിരുന്നില്ലെന്നും എന്നാൽ കൂലി ഒരു തിരിച്ചുവരവ് ആയിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു. ദഹ എന്നാണ് കൂലിയിലെ അമീർ ഖാന്റെ കഥാപാത്രത്തിന്റെ പേര്. സിനിമയിൽ 15 മിനിറ്റോളം നേരമാണ് അമീർ ഖാൻ പ്രത്യക്ഷപ്പെടുക എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ അമീർ ഖാൻ രജനികാന്തിനൊപ്പം കുറച്ചു സമയം മാത്രമാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതെങ്കിലും പവർ ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ലോകേഷ് കനകരാജ് ഒരുക്കിവെച്ചിട്ടുണ്ടെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. രജനികാന്തിന്റെ 171ാം സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന, കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനികാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. 350 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.